welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സുസ്വാഗതം. സോ യെസ്, അപ്പം ഇന്നത്തെ സെഷൻ എന്താ മക്കളെ? യെസ്, നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ കഴിഞ്ഞ വർഷം 2022 ലാസ്റ്റ് കയറിയിട്ടുള്ള റാങ്ക്. ഓക്കെ, അത് ഗവൺമെന്റ് മാത്രമല്ല, നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഇനി അത് മാത്രമല്ല, സ്റ്റേറ്റ് മെറിറ്റ് മാത്രമല്ല നമ്മൾ പറയുന്നത്, എല്ലാ കാറ്റഗറി, നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇനിയുള്ള നിങ്ങളുടെ ജേർണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക്. സോ അതെല്ലാം നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇനി എന്താ പറയുന്നത്, റിസൾട്ട് വന്നു എന്നതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ആ ജേർണി നിൽക്കുന്നില്ല. ഇനി അവിടെ നിന്ന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ പോയിന്റിലോട്ട് വരുവാണ്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഇസ് ലെറിൻ മa'am. ഐ ആം യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. സോ +1 ആൻഡ് +2 ക്ലാസ്സസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ പ്രിഫർ ചെയ്ത് കൊടുക്കുക. ദെൻ യെസ്, അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റിന്റെ ബേസിലാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4 ഒക്കെ കാണാം. ഏകദേശം നമുക്ക് റൗണ്ട് 2 വരെയാണ് നമുക്ക് എന്താ പറയാ ഒരു ആവറേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. റൗണ്ട് 3ഉം 4ഉം ഏറെക്കുറെ എന്താ പറയാ ഭാഗ്യ പരീക്ഷണങ്ങളാണ്. അതിൽ കുറെ വേരിയേഷൻസ് വരാം, പക്ഷെ അത് നിങ്ങൾ നോക്കരുത്. റൗണ്ട് 2 വരെയാണ് നമുക്ക് ഏകദേശം ഓക്കെ, ഇത്രയുമാണ് അവിടെ ഫൈനലി വന്നിട്ടുള്ളത്. ബാക്കി പറയുന്ന പോലെ സീറ്റ് അവൈലബിലിറ്റിയും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് റൗണ്ട് 3ഉം 4ഉം വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. സോ അവിടെ നമുക്കറിയാം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ 162ഉം സെക്കൻഡ് റൗണ്ട് ആയപ്പോഴത്തേനും 262 ആണ് അവിടെ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. അതായത് റൗണ്ട് 2 കഴിഞ്ഞപ്പോഴത്തേനും 262 കയറിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അവിടെ കയറിയ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 262 ആൻഡ് സെക്കൻഡ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് TVM. അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ 273. ദെൻ അതുപോലെ റൗണ്ട് 2 ആയപ്പോഴത്തേനും 424 അവിടെ ഫൈനലി കയറിയത്. ദെൻ തേർഡ് വൺ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ്. സോ ഗവൺമെന്റ് 406 റൗണ്ട് 1 വന്നപ്പം. റൗണ്ട് 2 വന്നപ്പോൾ 425. ദെൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ നോക്കുവാണെങ്കിൽ 486 റൗണ്ട് 1-ന്. റൗണ്ട് 2-ന് 661. സോ നമുക്കറിയാം കോട്ടയം തൃശ്ശൂരും എന്താ പറയാ കട്ടക്കാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. സോ ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ നമ്മൾ കാണിക്കുന്നത് സ്റ്റുഡൻസ് കഴിഞ്ഞ പ്രാവശ്യം എത്രത്തോളം പ്രിഫർ ചെയ്തിട്ടുണ്ട് ഓരോ കോളേജസ് ഒന്നും. സോ നിങ്ങൾക്കറിയാം ഏറ്റവും കുറവ് റാങ്ക് വരുന്നിടത്ത്, അതായത് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 162 റാങ്ക് വരണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രിഫറൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് തന്നെ ആയിരിക്കും. സോ ആ ബേസിസിലാണ് സെൽഫ് ഫിനാൻസിങ് വരുമ്പോഴും നമ്മൾ അതേ ഒരു പ്രിഫറൻസിൽ തന്നെയാണ് ഈ ഒരു ഡാറ്റ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കോളേജ് ചൂസ് ചെയ്യാൻ സമയത്ത് കുറച്ചുകൂടി ഈസി ആയിരിക്കും കഴിഞ്ഞ വർഷങ്ങളായിട്ട്. ഇത് കഴിഞ്ഞ വർഷം മാത്രമല്ല, നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്റ്റുഡൻസിന്റെ പ്രിഫറൻസ് ഇങ്ങനെയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അതും കൂടെ കുറച്ചുകൂടെ ഈസി ആവുകയാണ് കോളേജസ് ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് കഴിഞ്ഞ് നമ്മൾ സെൽഫ് ഫിനാൻസിംഗിലോട്ട് എത്തുമ്പോൾ ഫസ്റ്റ് വരുന്നത് ജൂബിലി വിഷൻ മെഡിക്കൽ കോളേജ് ആണ്. സോ അവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ റൗണ്ട് 1 കഴിഞ്ഞപ്പോൾ 1457, റൗണ്ട് 2 കഴിഞ്ഞപ്പോൾ 1729 ലാസ്റ്റ്. ഇത് കേരള റാങ്ക് ആണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ദെൻ അഗെയിൻ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ. സോ അങ്ങനെ നമ്മുടെ സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് സ്റ്റേറ്റ് മെറിറ്റില് നമ്മൾ റൗണ്ട് 2 വരെ നോക്കിയാൽ മതി. സോ നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കുട്ടികളിൽ പ്രിഫർ ചെയ്തിട്ടുള്ളതും എത്ര വരെ റാങ്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം എനിക്ക് എവിടെയൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഇനി യെസ്, അഗെയിൻ നമ്മുടെ ബാക്കി സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. ഇനി നമ്മൾ EWS കാറ്റഗറിയിൽ നമ്മൾ പറയുന്നതാണ്. EWS കാറ്റഗറിയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടില് 870 റൗണ്ട് 1-ൽ വന്നത്. ആൻഡ് റൗണ്ട് 2 ആയപ്പോഴത്തേനും 1253 ആയിട്ടുണ്ട്. ദെൻ ലേറ്റർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് TVM 1030 റൗണ്ട് 1-ൽ. ആൻഡ് റൗണ്ട് 2 ആയപ്പോൾ 1396 വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ കഴിഞ്ഞ് സെൽഫ് ഫിനാൻസിംഗ് എത്തുമ്പോൾ ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട്. സോ അവിടെ റൗണ്ട് 1 കഴിഞ്ഞപ്പോൾ 6152 EWS കാറ്റഗറി ആണ് കേട്ടോ. സോ അവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ റൗണ്ട് 3 വരെ പോയിട്ടുണ്ടായിരുന്നു. റൗണ്ട് 2-ല് 8336 റാങ്കും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിന്റെ പോകുന്നത്. ഇനി അടുത്ത നമ്മുടെ ഈഴവ കാറ്റഗറിയിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കോഴിക്കോട് 414, 485 റൗണ്ട് 2-ൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കോട്ടയം നോക്കുവാണെങ്കിൽ 739, തൃശ്ശൂർ നോക്കുവാണെങ്കിൽ 809. അങ്ങനെ പോയി നമ്മൾ നോക്കുവാണെങ്കിൽ യെസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നി 1865 റൗണ്ട് 3 ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ഭാഗ്യപരീക്ഷണമാണ്. 1929 റാങ്ക് വന്നിട്ടുള്ളത്.
ഇനി യെസ് ഈഴവ കാറ്റഗറി നമ്മുടെ സെൽഫ് ഫിനാൻസിങ് ആണ്. സോ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജില് ഈഴവ കാറ്റഗറിയിൽ 1969 വരെ റൗണ്ട് 2 കഴിഞ്ഞപ്പം കയറിയിട്ടുണ്ട്. റൗണ്ട് 1 1603 വന്നിട്ടുള്ളത്. ആൻഡ് അഗൈൻ അങ്ങനെ പോയി നമ്മൾ നോക്കുവാണെങ്കിൽ യെസ് ഫൈനലി ഏകദേശം യെസ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടില് 8604 വരെ റൗണ്ട് 2 വന്നിട്ടുണ്ട്. ആൻഡ് റൗണ്ട് 3 ആയപ്പോഴത്തേനും 8819. അതുപോലെ യെസ് അൽ അസാർ മെഡിക്കൽ കോളേജ് തൊടുപുഴ നോക്കുവാണെങ്കിൽ 9607 വന്നിട്ടുണ്ട്. ലാസ്റ്റ് റാങ്ക് റൗണ്ട് 3 ആയപ്പോൾ റൗണ്ട് 2 8547 വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് ഏകദേശം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് മുസ്ലിം മൈനോറിറ്റി ആണ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ കോഴിക്കോട് നോക്കുക, റൗണ്ട് 1 209, റൗണ്ട് 2 325 വന്നിട്ടുള്ളത്. നമ്മളിപ്പം ഇതിൽ നോക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും റൗണ്ട് 3ക്കും 4നും കാറ്റഗറി വൈസ്, അതായത് സ്റ്റേറ്റ് മെറിറ്റ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ റൗണ്ട് 3ക്കും 4നും വലിയ പ്രാധാന്യം വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീറ്റ് അവിടെ അവൈലബിലിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ റൗണ്ട് 2 നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ആൻഡ് യെസ് ഇനി നമ്മൾ സെൽഫിലോട്ട് വരുമ്പോഴത്തേനും ജൂബിലിയിൽ വന്നിട്ടുള്ള റൗണ്ട് 2 ആയപ്പോൾ 1737 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട്. ഏത് കാറ്റഗറിയിലാ? മുസ്ലിം കാറ്റഗറിയിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഇനി യെസ് ദെൻ ക്രിസ്ത്യൻ മൈനോറിറ്റി ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. അവിടെ 3504 4197 റൗണ്ട് 2 കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. സോ ഇത്രയും കോളേജസ് ആണ് ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത്. സോ യെസ് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ട ഏകദേശം 11168 വരെ റാങ്ക് വന്നിട്ടുണ്ട്. യെസ് ഇനി NRI കോട്ടയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നമുക്കറിയാം സെൽഫിലാണ്. സോ 6996 റൗണ്ട് 1 വന്നത്. റൗണ്ട് 2 ആയപ്പോഴത്തേനും 9405. സോ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് NRI എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ നോക്കാം, ഏകദേശം എവിടെയാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. യെസ് അപ്പം അഗെയിൻ ഈഴവയാണ് പറയുന്നത്. നെക്സ്റ്റ് സർവീസിന്റെ ആണ് പറയുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ നിങ്ങൾക്ക് സീറ്റ്സ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓരോ റൗണ്ട് 2ഉം റൗണ്ട് 1ഉം കഴിഞ്ഞപ്പം വന്നിട്ടുള്ള റാങ്കുകളാണ് ഫൈനലി അവിടെ ഇന്നായിട്ടുള്ള റാങ്ക് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ അറൌണ്ട് ഒരു 5000 കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ റാങ്ക് എങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നമ്മുടെ ഈ ഒരു ഡാറ്റ കാണുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുവാണെങ്കിൽ കോഴിക്കോടാണെങ്കിൽ 5112 റൗണ്ട് 1 കഴിഞ്ഞപ്പം കയറിയിട്ടുള്ളത്. റൗണ്ട് 2 ആയപ്പോഴത്തേനും 5468 വരെ കയറിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് യെസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് TVM നോക്കുവാണെങ്കിൽ 5628, 6539. യെസ് അങ്ങനെ പോയി. നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നി എത്തിയപ്പോഴത്തേനും 10937. ആൻഡ് വൺ മോർ മെഡിക്കൽ കോളേജ് യെസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 11242 വരെയും എന്താ പറയുക എലിജിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സെൽഫ് ഫിനാൻസിംഗിൽ നോക്കുമ്പോഴത്തേനും 9064 ജൂബിലിയിൽ കഴിഞ്ഞ വർഷം സ്കെഡ്യൂൾഡ് കാസ്റ്റിൽ കയറിയിട്ടുള്ള റൗണ്ട് 2 കഴിഞ്ഞപ്പം കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് ഡാറ്റ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെയും ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക ഇതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും റാങ്കിന് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഇല്ല. യെസ് ഇനി സ്കെഡ്യൂൾഡ് ട്രൈബ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഡാറ്റയാണ് അല്ലെങ്കിൽ ടേബിൾ ആണ്. സോ ഇവിടെയും നിങ്ങൾക്ക് ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ഫൈനലി വന്നിട്ടുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് അവിടെ ഇന്നായിട്ടുള്ള റാങ്ക് റൗണ്ട് 1ഉം 2ഉം 3ഉം 4ഉം കെയർ ചെയ്യരുത്. ആൻഡ് ഈ കാറ്റഗറി വൈസ് വരുമ്പോഴത്തേനും ഞാൻ പറഞ്ഞ പോലെ റൗണ്ട് 3ക്കും 4നും അധികം പോസിബിലിറ്റീസ് ഇല്ല. വെരി റയർ 1-2 കോളേജസിൽ ഒരു സീറ്റോ 2 സീറ്റോ മാക്സിമം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് റൗണ്ട് 3, 4 എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ വരുന്ന വേരിയേഷനോ അവിടെ 16000 വരെ വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് അവിടെ ഒരു എന്താ പറയാ നമുക്ക് ന്യായീകരിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊരു ഹോപ്പ് തരുന്നതൊന്നുമല്ല. കുറച്ച് ലക്കും ഒക്കെയാണ് അതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. യെസ് അപ്പൊ നമ്മളിതാ അങ്ങനെ ഓരോ കോളേജും നോക്കി കഴിയുമ്പം കഴിഞ്ഞ ഇടുക്കി നോക്കുവാണെങ്കിൽ 18703 വരെ റൗണ്ട് 2 കഴിഞ്ഞപ്പം കയറിയിട്ടുണ്ട്. യെസ് അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. യെസ് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് ഹിന്ദു ആണ് വരുന്നത്. അഗെയിൻ നമ്മുടെ മെഡിക്കൽ കോളേജസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോഴിക്കോടില് ലാസ്റ്റ് കയറിയിട്ടുള്ളത് 700. ആൻഡ് അഗെയിൻ TVM നോക്കുവാണെങ്കിൽ 943, കോട്ടയം ആണെങ്കിൽ 1136, തൃശ്ശൂർ ആണെന്നുണ്ടെങ്കിൽ 1010. ഓക്കെ ഇങ്ങനെയാണ് റാങ്ക് ലാസ്റ്റത്തെ റാങ്ക് വന്നിട്ടുള്ളത്. യെസ് ഇനി അഗെയിൻ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് വരുമ്പോഴും
നമുക്ക് ആ വേരിയേഷൻസ് കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 2022 ഡാറ്റയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, സോ ദെൻ ലാറ്റിൻ കാത്തലിക് നിങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും നിങ്ങൾക്ക് എന്താ പറയുന്നത് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോറിറ്റി ഉണ്ട്. സോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് TVM ആണെന്നുണ്ടെങ്കിൽ 786 ആണ് റൗണ്ട് 1 കഴിഞ്ഞപ്പം. റൗണ്ട് 2 മാറിയിട്ടില്ല. യെസ്, ദെൻ കോഴിക്കോട് വരുമ്പോൾ 929, മെഡിക്കൽ കോളേജ് കോട്ടയം 1230, ദെൻ ആലപ്പുഴ 1499 അങ്ങനെയാണ് വരുന്നത്. യെസ്, ഇനി സെൽഫ് ഫിനാൻസിങ് ആണെന്നുണ്ടെങ്കിൽ 3341, 4475 റൗണ്ട് 2 ആയപ്പോൾ ജൂബിലിയിൽ കിട്ടിയിട്ടുണ്ട്. ദെൻ യെസ് നമ്മളിങ്ങനെ പോയി നോക്കുവാണെന്നുണ്ടെങ്കിൽ യെസ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട് വരുമ്പോഴത്തേനും 9866. അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒറ്റപ്പാലം 11186 ആണ് ലാസ്റ്റ് റൗണ്ട് 2 കഴിഞ്ഞപ്പം കയറിയിട്ടുള്ളത്. സോ യെസ്, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അഗെയിൻ നിങ്ങൾ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് ഓൾസോ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഒരുപാട് അപ്ഡേറ്റ്സും ഈ പറയുന്ന ഒരുപാട് ഡാറ്റാസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ടെലഗ്രാമിലും ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഓൾസോ +1 +2 ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അനുജത്തിമാരെയൊക്കെ നമ്മുടെ ചാനലിലോട്ട് പറഞ്ഞു വിടാം. നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി നമ്മൾ ക്ലാസ്സസ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സോ യെസ് ഗൈസ്, അപ്പം ഇനി അടുത്ത ഒരു സെഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ തരുന്ന കമന്റ്സ് അനുസരിച്ച് നമ്മൾ അടുത്തൊരു സെഷൻ ചെയ്യുന്നതായിരിക്കും. സോ അഗെയിൻ റിമൈൻഡ് ചെയ്യുവാണ്, സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം എന്താണെങ്കിലും ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് ഇൻഫർമേഷൻസും നിങ്ങൾക്ക് തരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്. താങ്ക് യു.